ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളാണ്. ഈശോയ്ക്ക് വേണ്ടി ദാരുണമായി രക്തസാക്ഷിത്വം വഹിച്ച കുഞ്ഞിപ്പൈതങ്ങളുടെ ഓർമ്മ സഭയിൽ ഇന്ന് കൊണ്ടാടുകയാണ്. മത്തായിയുടെ സുവിശേഷം ഈ ഒരു സംഭവം പറഞ്ഞു വെക്കുമ്പോൾ പുതിയ മോശയെ അവതരിക്കുന്ന ശൈലിയിൽ തന്നെ പഴയ നിയമത്തിലെ മോശയുടെ ജനന സമയത്തുണ്ടായിരുന്ന അതേ അനുഭവമാണ് ഈശോയുടെ ജീവിതത്തിലേക്കും കടന്നു വന്നിരിക്കുന്നതെന്ന് സുവിശേഷകൻ അടിവരയിട്ട് പറയുകയാണ്. തീർന്നില്ല, ഫറവോയുടെ അതേ മുഖച്ഛായ ഹെറോദേസിനും മത്തായി സുവിശേഷകൻ വരച്ചു വെക്കുന്നുണ്ട്. ഇനി ഈജിപ്തിലേക്കുള്ള തിരുകുടുംബത്തിന്റെ പലായനം. ഹെറോദേസ് കുഞ്ഞുങ്ങളെ വധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് സ്വപ്നം കാര്യമായിട്ടെടുത്തപ്പോൾ ഔസേപ്പിതാവ് തന്റെ ഭാര്യയെയും മകനെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. ഇസ്രായേലും ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്നവരാണ്. സങ്കീർത്തകൻ പറയുന്നത് പോലെ, അങ്ങൊന്നെന്റെ ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് വിരുന്നൊരുക്കി. അതേ സ്നേഹമുള്ളവരെ, ഈശോയുടെ സംരക്ഷണം ഈജിപ്തിന്റെ കീഴിലായി ശത്രുക്കളുടെ ഇടയിലാണ് ഈശോയുടെ ചെറുകാലഘട്ടം വളരുവാനായിട്ട് ദൈവം നിയോഗിച്ച സ്ഥലം. ഇനി ഹെറോദേസ്, ഈജിപ്തിലെ ക്രൂര ഭരണാധികാരികളെക്കാളും വലിയ ക്രൂരനായിരുന്നു ഹെറോദേസ്. തന്റെ രാജസിംഹാസനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്റെ കുടുംബാംഗങ്ങളെ പോലും ബലി കഴിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ചരിത്രം പറയുന്നത് ബെത്ലഹേമിൽ 1000-ഓളം പേർ മാത്രമേ അന്ന് താമസിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അന്ന് വാളിനിരയായത് ഏകദേശം 20ഓളം പിഞ്ചു പൈതങ്ങളായിരുന്നു. സ്നേഹമുള്ളവരെ, രക്തം ചൊരിഞ്ഞവർക്കേ ബലിപീഠത്തിൽ ഓർമ്മയുടെ പെരുന്നാളുകൾ ഉണ്ടാവുകയുള്ളൂ. രക്തം ചൊരിഞ്ഞവരെയാണ് ബലിപീഠത്തിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഓർക്കുന്നത്. നമുക്കും ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷികളാകാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടാണെങ്കിലും, മറ്റുള്ളവരുടെ മുമ്പിൽ അപഖ്യാതികളിൽ മുമ്പിലാണെങ്കിലും ക്രൈസ്തവ സഭ ഇന്നും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി സ്നേഹപൂർവം അത് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന രക്തസാക്ഷികളാകുവാൻ, വിശുദ്ധ ബലിപീഠത്തിലെ ജീവിക്കുന്ന ഓർമ്മകളാകുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.